വളരെ വലിയൊരു ലോക്കോമോട്ടീവ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റെയിലിൽ ഓടുന്ന കാർ ഇവിടെ കാണുന്നുണ്ട്. ടയറൊക്കെ കാണാൻ നല്ല സെൻട്രൽ ഗേജ് റെയിലിൽ ഓടിരുന്ന ഒരു ബസ്സാണിത്. മഹാറാണി യാത്ര ചെയ്യുന്നൊരു ലക്ഷറി ട്രെയിൻ. രാജകീയ ചേർന്ന് ഒരു സൈഡിൽ സ്പ്രിങ്ങും വരുന്നുണ്ട്, സെൻട്രലിൽ ലീഫും വെച്ച് വരുന്ന രീതിയിലുള്ള ഒരു ബോഗിയാണ്. കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനാണ് സംഭവം. ഇവിടുന്ന് കൽക്കരി നമ്മുടെ ഷവ്വാൽ ഉപയോഗിച്ചിട്ട് കോരി എടുത്തിട്ട് ഇങ്ങനെ ഇതിനുള്ളേ ഇട്ടെടുക്കുക. അപ്പോൾ 27,791 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവാണ് കേട്ടോ. 120 കിലോമീറ്റർ അതിൻ്റെ മാക്സിമം സ്പീഡ്. ഇപ്പോൾ ട്രെയിൻ തിരിക്കാൻ പറ്റുമെന്നിരിക്കും. ഇത് സർക്കിളും തിരിച്ചു കഴിഞ്ഞാൽ നേരെ ട്രെയിനിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങോട്ടാക്കി വെക്കാൻ പറ്റുന്നത്. ഡീസൽ ലോക്കോമോട്ടീവ് അവിടെ ഉണ്ട്. റെയിൽവേ സ്റ്റാമ്പുകളൊക്കെ അതിലെ വരുന്ന ട്രെയിൻ കറക്റ്റ് ഇങ്ങോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വേൾഡ് വൈഡിൽ 1925 ആദ്യമായി ഇലക്ട്രിക്കൽ വന്നത്. 1870 കാലഘട്ടത്തിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു ലൈറ്റിംഗ് സിഗ്നലാണിത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും കോഴിക്കോട് ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൈസൂരിലാണ്. മൈസൂരിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമുണ്ട്. മൈസൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ള റെയിൽ മ്യൂസിയം ഉണ്ട്. വളരെ ആളുകൾക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. ഒരുപാട് റെയിൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് ലോക്കോ മോട്ടീവുകളും കാര്യങ്ങളൊക്കെ, അതായത് സ്റ്റീം എഞ്ചിനുകൾ, ഡീസൽ ലോക്കോ തുടങ്ങിയ പണ്ട് കാലത്ത് ഒരുപാട് ട്രെയിനുകൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രശ്നം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനുള്ള കയറി നോക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ റെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ മൈസൂരിലുള്ള റെയിൽവേ മ്യൂസിയം വിൻറ്റേജ് ലോക്കോമോട്ടീവുകളുടെ ഒരു ഔട്ട്ഡോർ പ്രദർശനമാണ്. 1979 ഇന്ത്യൻ റെയിൽവേയാണ് ഇത് സ്ഥാപിച്ചത്. ഡൽഹിയിലെ നാഷണൽ റെയിൽവേ മ്യൂസിയം കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ മ്യൂസിയമാണിത്. മൈസൂർ കർണാടക സർക്കാരിൻ്റെ പുരാവസ്തു മ്യൂസിയം, പൈതൃക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് മൈസൂർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 500 മീറ്ററും KSRTC ബസ് സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്ററും അകലെ കൃഷ്ണരാജസാഗർ റോഡിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിലുടനീളം ഇന്ത്യൻ റെയിൽവേ ഓടിച്ചിരുന്ന ട്രെയിനുകളുടെ വ്യത്യസ്ത മോഡലുകളുടെ ഒരു വലിയ ശേഖരം മ്യൂസിയത്തിലുണ്ട്. ഈ ശേഖരത്തിൽ നാരോ ഗേജ്, മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ് ട്രാക്കുകളിൽ ഓടുന്ന എഞ്ചിനുകൾ, ഇൻസ്പെക്ഷൻ കോച്ചുകൾ, വിവിധ കാലഘട്ടങ്ങളിലായി ഉപയോഗിച്ചിരുന്ന എഞ്ചിനുകൾ, ആവി ഉപയോഗിച്ച് ഓടുന്ന വണ്ടി മുതലായവ ഉൾപ്പെടുന്നു. മൈസൂർ രാജ്ഞി ഉപയോഗിച്ചിരുന്ന 2 കോച്ചുകളുള്ള ഒരു സ്വകാര്യ ട്രെയിനും ഇവിടെയുണ്ട്. 1899 മുതലുള്ള മഹാറാണിയുടെ സലൂൺ വണ്ടി ഈ ഒരു പവലിയനിലെ ഏറ്റവും മാറ്റുകൂട്ടുന്ന ഒന്നാണ്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ടെലിഫോൺ, ഫർണിച്ചറുകൾ തുടങ്ങിയ നിരവധി പുരാവസ്തുക്കളും ഇവിടെ കാണാനുണ്ട്. പിന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫസ്റ്റ് കാണാൻ പറ്റുന്ന ബെല്ലൂർ അവിടെ ഉണ്ടാക്കിയ വളരെ വലിയൊരു ലോക്കോമോട്ടീവ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഊട്ടിയിൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന, ഊട്ടിയിലും പിന്നെ ഡാർജിലിംഗിൽ മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ ആ ഒരു ലോക്കോമോട്ടീവ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അന്ന്, അതായത് നമ്മുടെ ലോക്കോ പൈലറ്റ് അന്ന് യൂസ് ചെയ്തിരുന്ന എന്തൊക്കെയോ മെഷീനറി എക്യുപ്മെൻറ്റ്സ് സാധനങ്ങൾ അവരുടെ രീതികളുണ്ട്. നമുക്ക് തൊട്ട ബാക്കിൽ തന്നെ കാണാം. ഇവിടെയായിരുന്നു നമ്മളന്ന് ഈ കൽക്കരി കത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന രീതിയിലുള്ള ട്രെയിനാണിത്. അപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റുന്നതിന് വലിയൊരു കാര്യം. നമ്മൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ട്രെയിനുകളും അതിൻ്റെ അകത്തുള്ള ഓരോ വർക്കിംഗ് സിസ്റ്റങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. അതിന് ബ്രേക്കിംഗ് സിസ്റ്റം അവിടെ ഉണ്ട്. പിന്നെ കറക്റ്റ് അതിലൂടെയാണ് നമുക്ക് ട്രെയിൻ മുന്നിലേക്ക് കാണുന്ന ഒരു വിൻഡോ ആണിത് ലോക്കോമോട്ടീവിന്. പക്ഷെ അന്നത്തെ കാലത്ത് നിന്ന് ആലോചിച്ച് നിങ്ങൾ ഈ ചൂടത്ത് ഇവിടെ കൽക്കരി കത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചേട്ടാ, ഈ കൽക്കരി കത്തുമ്പോൾ അതിനകത്തിരുന്ന് കൊണ്ട് ഓടാന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിലൊക്കെ AC സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പോയിന്റ് കാണുന്നുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്തെ ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ വണ്ടികളൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ ടയറൊക്കെ കാണും നല്ല രസം. നമ്മൾ പണ്ടത്തെ ഹിന്ദി സിനിമ, ഷോലെ, അങ്ങനത്തെ പഴയ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിൽ ടയറാണ്. പക്ഷേ അത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടാണ്. നല്ല ഭംഗിയായിട്ട് കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അത് തുരുമ്പും കാര്യമുള്ള നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ 1993 ഈ ഒരു ട്രെയിൻ ശരിക്കും ഇവിടെ ഇറങ്ങിയത്. അതിൻ്റെ വൺ ഓഫ് ദ അന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ട്രെയിൻ സിസ്റ്റം ആയിരുന്നു. 700 HP ആണ് ഇതിന് ലോക്കോ പവർ വരുന്നത്. മാക്സിമം സ്പീഡ് വരുന്നത് 75 കിലോമീറ്ററാണ്. ഇത് മൈസൂർ ഡിവിഷൻ്റെ കീഴിലുള്ള ഒരു ട്രെയിനാണെന്ന് കൂടിയാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. രാജകീയമായിട്ട് നിൽക്കുന്ന ട്രെയിനിലെ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മൾ വളരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തൊരു സംഭവം അവിടെ കാണുന്നത് എന്താ വെച്ചാൽ മീറ്റർ ഗേജ് റെയിൽ ഓടിരുന്നൊരു ബസ്സാണിത്. ശരിക്കും ഒരു റെയിൽ ബസ് അതിന് പറയുക. റെയിൽ ബസ്സാണ് കാണുന്നത്. അതായത് ശരിക്കും ഷിമോഗ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സായിരുന്നു. 1939 ഇത് ഇവിടെ ഓടിയത്. ഇത് നിർമ്മിച്ചത് 1930 മീറ്റർ ഗേജിൽ ആ രീതിയിൽ കാണുന്ന സാധനമാണ്. ഇത് ഭാരത് എർത്ത് മൂവേഴ്സാണ് ഇത് നിർമ്മിച്ചത്. റെയിൽ ബസ് സംഭവം സൂപ്പർ അല്ലേ കാണുമ്പോൾ. നമ്മൾ ഇന്നത്തെ റോഡുകളിൽ ഓടുന്ന ബസ് നമ്മൾ കണ്ടുള്ളൂ. അതിന് പകരം റെയിലിൽ ഓടുന്ന ബസ്
സീറ്റിംഗ് രീതിയൊക്കെ ശരിക്കും നമ്മൾ ഇപ്പോൾ ജനശതാബ്ദി വണ്ടിയിൽ കാണുന്ന അല്ലെങ്കിൽ ബസ്സിൽ കാണുന്ന രീതിയിലുള്ള ചെയർ കാർ സിസ്റ്റമാണ് ഇവിടെ മൊത്തം കൊടുത്തത്. ലോക്കോ പൈലറ്റിനെയും കാണാൻ പറ്റും. 2 ലോക്കോ പൈലറ്റ് ഇരിക്കാനുള്ള രീതി, പിന്നെ അവിടെ എൻജിൻ കാണുന്നുണ്ട്, പിന്നെ അവരുടെ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഏരിയ മൊത്തം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. നേരത്തെ ഒരു ബസ് കണ്ടില്ല, റെയിലിൽ ഓടുന്നൊരു ബസ്, അതേപോലെ തന്നെ റെയിലിൽ ഓടുന്നൊരു കാർ ഇവിടെ കാണും കേട്ടോ. അത് നല്ല രസമുള്ള സംഭവം. ഇതെന്താ വെച്ചാൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച സാധനമാണ്. അത് ശരിക്കും നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ എന്താ പറയുക, ഓഫീസേഴ്സിനൊക്കെ ഇൻസ്പെക്ഷനും മറ്റു കാര്യത്തിനൊക്കെ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാറാണ്. റെയിലിലൂടെ കടന്നു വന്ന കാറാണ് കേട്ടോ സംഭവം. അത് ഓസ്ട്രേലിയയിലാണ് ഇത് മേക്ക് ചെയ്തത്. പിന്നെ ഇതിനെ നിർമ്മിച്ച വർഷം 1925 ഇതും മീറ്റർ ഗേജ് ട്രാക്കിലാണ് കേട്ടോ ഓടുന്നത്. സംഭവം രസമുണ്ടല്ലേ ശരിക്കും. പക്ക നമ്മൾ പറഞ്ഞാൽ ശരിക്കും കാറ് തന്നെ കാണേ, പക്ഷേ അത് ട്രാക്കിലൂടെ ഓടുന്ന ഒരു കാറ്. ഇതാണ് സംഭവം. അതിന് ലൈറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ പണ്ട് കണ്ടിരുന്ന എന്താ പറയുക വിൻറ്റേജ് കാറുകളിലൊക്കെ സെയിം സിസ്റ്റം ലൈറ്റുകൾ തന്നെയാണ്. ടയർ നമ്മൾ ഉപയോഗിക്കുന്ന എയർ ഉപയോഗിച്ച് ഓടുന്ന ടയറിന് പകരം എന്താ പറയുക അയൺ ടയറാണുള്ള ഒരു മാറ്റം മാത്രമുള്ള. ഡോറ് നമുക്ക് ഇതൊക്കെ ഫ്രണ്ടിലേക്ക് ലോക്കഡാണ് സംഭവം. ഇത് ബാക്കോട്ടേക്ക് തുറക്കുന്ന രീതിയിലുള്ള ഡോറാട്ടോ അതിൻ്റെ ഡോറ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ നല്ല രസമുണ്ട് ശരിക്കും. ബാക്ക് സൈഡിൽ എന്താ പറയുക നമ്മുടെ ജീപ്പിൻ്റെ ഒക്കെ ഒരു രീതിയിൽ 2 സൈഡ് ഫേസ് ടു ഫേസ് നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. നമുക്കിതിൻ്റെ ലോക്കോ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് കേട്ടോ ഈ കാറിൻ്റെ മോട്ടോർ കാറിൻ്റെ ഉൾവശം. സ്പീഡോമീറ്ററും കാര്യങ്ങളും നമ്മൾ സാധാ കാറിനെ പോലെ തന്നെ കാണുന്നുണ്ട്. സ്റ്റാർട്ടിങ് മോട്ടർ കാണുന്നുണ്ട്, അതൊക്കെ സംഭവമൊക്കെ സെയിം തന്നെ. ആക്സിലേറ്റർ കാണുന്നുണ്ട്, ബ്രേക്ക് കാണുന്നുണ്ട്, ക്ലച്ച് കാണുന്നുണ്ട്, പിന്നെ ഗിയർ കാണുന്നുണ്ട്, പിന്നെ സ്റ്റെയറിങ്. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം റെയിലിലൂടെ ഒരു വണ്ടി ഓടുന്ന സമയത്ത് ആ ട്രെയിനിനെ നിയന്ത്രിക്കുന്നതല്ല. നമ്മുടെ ട്രെയിൻ വളയ്ക്കുന്നത് ഒരിക്കലും ലോക്കോ പൈലറ്റ് അല്ലല്ലോ. നമ്മളെല്ലാ ട്രെയിനും നമുക്ക് അറിയുന്ന കാര്യം അതുകൊണ്ട് സ്റ്റെയറിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ആ ഒരു ട്രെയിനിനെ ഏത് സെക്ഷനിലേക്കും ഏത് ട്രാക്കിലേക്കും വളയണമെന്ന് തീരുമാനിക്കുന്ന ആ സ്റ്റേഷൻ മാസ്റ്ററാണ്. ആ കാറിൻ്റെ ഡ്രൈവർ സ്റ്റെയറിംഗ് വളച്ചാൽ വണ്ടി വളയുന്ന രീതിയല്ലല്ലോ. അതുകൊണ്ട് സ്റ്റെയറിങ്ങിൻ്റെ ആവശ്യമില്ല. ബാക്കിയെല്ലാം കാണാൻ നമ്മൾ ശരിക്കും പക്കാ കാറിനെ. ഒരു ചെറിയ ബോണറ്റ് ഉണ്ട്, എന്താ പറയുക, ഗ്ലാസ് ഉണ്ട്, എല്ലാം സെയിം തന്നെ. ഇവിടെ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയൊരു വാഗൺ അവിടെ. ഏകദേശം 100 വർഷത്തിൽ പഴക്കമുള്ള ഈ ഒരു സാധനം അത് ഡിപ്പോകളിൽ നമുക്ക് സ്റ്റാഫുകൾക്ക് പോകാനും പിന്നെ എന്താ പറയുക അവിടുത്തെ ഗുഡ്സ് കയറാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇത് വേറെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു വാഗൺ ഉണ്ടാക്കിയത് പൂർണ്ണമായിട്ട് മൈസൂർ റെയിലിൻ്റെ എന്താ പറയുക ഒരു പരിമിതിയിൽ അറിയുന്ന സംഭവം തന്നെ കേട്ടോ. അതായത് 100 വർഷം മുമ്പേ മൈസൂർ റെയിൽവേ അത്രത്തോളം കുറച്ച് സംഭവമായിരുന്നുള്ള ഒരു ഇതാണ് കാണും മനസ്സിലാകുന്നത്. ഈ ഒരു മ്യൂസിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അതായത് ഒരു ലക്ഷറി ട്രെയിൻ. ഇത് പറഞ്ഞാൽ വെച്ചാൽ നമ്മളിത് മഹാറാണി യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ്. മഹാറാണി സലൂൺ എന്നതിൻ്റെ പേര്. ഇത് നിർമ്മിച്ചത് മഹാറാണിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി മൈസൂരിലെ റാണിക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. അതായത് ഹൈനസ് മഹാരാജ നാൽവാടി വിശ്വരാജ വടിയാർ രാജാവിൻ്റെ പത്നിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സംഭവമാണിത്. ഇതിൻ്റെ നിർമ്മിച്ച വർഷം 1899. ഇതും മീറ്റർ ഗേജ് സിസ്റ്റത്തിൻ്റെ കീഴിലാണ് വരുന്നത്. പക്ഷേ ഇതും ഒരു ട്രെയിൻ ഒരു വിദേശിയാണ്, നമ്മുടെ ഇവിടുത്തെ അല്ല, ഇംഗ്ലണ്ടിൽ നിന്നും വാങ്ങിയ ഒരു ട്രെയിനാണ്, വിദേശിയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരുടെ ഒരു എന്താ പറയുക ഒരു റൂമാണ് കേട്ടോ. അതായത് റൈറ്റിംഗ് ടേബിൾ ഉണ്ട്, മടക്കാൻ പറ്റുന്ന കാർഡ് ടേബിൾ, അതായത് ഗെയിംസ് കളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ടേബിളുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രസ്സിങ് ടേബിൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ മിറർ ഇവിടെ ഇല്ല. പിന്നെ ഇതാണ് മഹാറാണി യൂസ് ചെയ്തിരുന്ന ഒരു ചെയർ, ആ രാജകീയ ചെയറിൻ്റെ സംഭവം അല്ലേ, രാജകീയമായിട്ടുള്ള ചെയർ ഉണ്ട്. പിന്നെ മൂവബിൾ പോസ്റ്റ്, അതായത് നമുക്ക് അങ്ങോട്ട് നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തട്ടിലുണ്ട്, സപ്രമഞ്ച കട്ടിൽ നമ്മൾ പറയില്ലേ, തട്ടിലുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് കണ്ടു, നല്ല രസമുണ്ട് സംഭവം കാണാൻ. രാജകീയമായിട്ട് നമുക്ക് നിർമ്മിച്ചത്. പിന്നെ അടിപൊളി ഫാനുകൾ, അതായത് രാജകീയമായിട്ടുള്ള ലൈറ്റുകൾ. ഇതിൻ്റെ ഇതിൻ്റെ ഡോറ് കണ്ടോ, ഡോറ്, കർട്ടൻസ് എല്ലാം രാജകീയമായ സംഭവം തന്നെയാണ്. പിന്നെ ഹാങ്ങിങ് സെക്ഷൻ. ഇതാണ് ബാത്റൂം, യൂറോപ്യൻ ടൈപ്പ് സിസ്റ്റം തന്നെയാണ് ഇത് ഉപയോഗിച്ചത്. ബാത്റൂം കാണാം, ബാത്റൂമിനകത്ത് ഹീറ്റർ കാര്യങ്ങൾ പിന്നെ ഫാന് എല്ലാം ഉണ്ട്. കൂപ്പ സിസ്റ്റത്തിൻ്റെ മോഡലിൽ ചെറിയ കോറിഡോർ ഉണ്ട്. നമ്മൾ നേരത്തെ രാജകീയമായിട്ട് ടോയ്ലറ്റ് കണ്ടു, അത് രാത്രി യൂസ് ചെയ്ത ടോയ്ലറ്റ്, അത് യൂറോപ്യൻ ടോയ്ലറ്റ്. നേരെ തിരിച്ച് നമ്മൾ സെർവൻറ്റിൻ്റെ ടോയ്ലറ്റ് കണ്ടോ, ഇന്ത്യൻ ടോയ്ലറ്റ്. രാജകീയമായിട്ടുള്ളവർക്ക് കുറച്ചുകൂടി നല്ല പ്രൗഢിയായിട്ടുള്ള ടോയ്ലറ്റുകളാണ്. സെർവൻറ്റ് ടോയ്ലറ്റ്. പിന്നെ ഇവിടെ ഡ്രസ്സ് ചേഞ്ചിങ് ഒരു റൂം എന്നുള്ള റൂമുണ്ട്. ഒന്നിൻ്റെ മെയിൻ റൂമാണ്. ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇത് സെർവൻറ്റിന് താമസിക്കാൻ പറ്റുന്ന റൂമാട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക ഡോർമെട്രി മോഡലിൽ 2 തട്ടായിട്ട് 4 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ റൂം. പിന്നെ നമ്മൾ 2 ബോഗികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം, അത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റങ്ങളൊക്കെയാണ് കാണുന്നത്. രാജകീയമായിട്ടുള്ളൊരു ബോഗി അതുകൊണ്ടായിരിക്കാം. ബാക്കിയുള്ള ട്രെയിനുകളൊക്കെ പുറത്ത് കിട്ടുന്ന സമയത്ത് ഈ ഒരു ട്രെയിനിന് മാത്രം രാജകീയമായിട്ട്
ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് വെച്ചത്. അപ്പർ ബെർത്ത്, ഒരു ലോവർ ബെർത്ത്, ഒരു വിൻഡോ, പിന്നെ അതേപോലെ തന്നെ സിസ്റ്റങ്ങളല്ലേ. ഇതൊരു സ്റ്റോർ റൂമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൻ്റെ സംബന്ധിച്ചുള്ള പാത്രങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ച പാത്രങ്ങളാണോ എന്നും അറിയില്ല, പക്ഷേ കണ്ടിട്ട് അങ്ങനത്തെ തോന്നുന്നുണ്ടല്ലോ. കുറച്ച് നല്ല പഴക്കം തോന്നുന്നുണ്ട് പാത്രങ്ങളൊക്കെ അന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഷെൽഫുകൾ കാണാം. അരി, പഞ്ചസാര, സാധനങ്ങളൊക്കെ വെക്കുന്ന പാത്രങ്ങളായിരിക്കും, സെക്ഷനായിരിക്കാം. ചെറിയ എന്തായാലും സ്റ്റീമൊക്കെ പുറത്തേക്ക് പോകാനുള്ള രീതിയിലുള്ള സിസ്റ്റം വെച്ചുകൊണ്ടുള്ള ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോയിലർ റൂം കൂടെ കാണാം. അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ കിച്ചൺ. അതായത് മഹാറാണിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ചെറിയ ഇത് അടുപ്പാണ്. ഇതാണ് എന്താ പറയുക, നമ്മുടെ അടുപ്പിൻ്റെ വിറക് വെക്കുന്ന സ്ഥലം. നേരെ മേലെ പാത്രങ്ങൾ വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മൾ ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ ഇല്ല, ആലുവ അടുപ്പില്ല, അതിൻ്റെയൊക്കെ മോഡലുള്ള സിസ്റ്റം തന്നെ കേട്ടോ. പിന്നെ അവിടെ ഒരു കല്ലുണ്ട് കേട്ടോ, പറയാൻ പറഞ്ഞത്. ഇതാണ് അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ല്. പിന്നെ അത് മേലെ അതിൻ്റെ ഹീറ്റ് പോകുന്ന സാധനമൊക്കെ ഉണ്ട്. ചൂട് അടുപ്പിൻ്റെ തീയൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഒരു സ്റ്റീം പോകുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ റൂം തന്നെയാണ് കിച്ചണിൻ്റെ. അത്യാവശ്യം മല്ലിപ്പൊടി പാത്രങ്ങൾ സാധനങ്ങൾ വെക്കാനുള്ള ചെറിയൊരു ഷെൽഫ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു 3 സാധനങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടുപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഡൈനിങ് റൂമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ രാജ്ഞിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ട്രെയിനാണിത്. അപ്പോൾ അതുകൊണ്ട് ഡൈനിങ്ങിൽ രാജ്ഞി മാത്രമേ ഇരിക്കാനുള്ള സ്ഥലം ഇതിലുള്ളൂ. വേറെ രാജ്ഞി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഇല്ല. സീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. രാജ്ഞി ഇവിടെ ഇരിക്കുക, രാജ്ഞിക്ക് ഭക്ഷണം കഴിക്കുക, ഇറങ്ങിപ്പോവുക. അപ്പോൾ രാജ്ഞിക്ക് ചൂടുകൊള്ളുന്നതിനുള്ള ഫാൻ ഇവിടെ ഉണ്ട്, ലൈറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള അല്ലേ. അന്നത്തെ കാലം നമ്മൾ കാലഘട്ടത്തിൽ കമ്പയർ ഉണ്ട്. അന്നത്തെ കാലഘട്ടം നമ്മൾ കമ്പയർ ചെയ്തത്. അന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു ഡൈനിങ് റൂം. ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ ഉണ്ടോ? നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്വിച്ചുകളൊന്നുമല്ല. അന്നത്തെ കാലത്ത് വീട്ടിൽ വെച്ച് ടംബ്ലർ സ്വിച്ചുകളാണ് ഇവിടെ കാണുന്നതായിട്ടുള്ള സ്വിച്ചുകളൊന്നുമല്ല. ഇപ്പോഴും നമ്മൾ ഈ ഇത്തരം ഫാനുകൾ കാണണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ഹാൻഡ് കൈ വെക്കുന്ന ഷോപ്പുകളിൽ പോയാൽ മാത്രമേ ഫാനിൽ കാണാൻ പറ്റുള്ളൂ. ഇല്ല, സംഭവമൊക്കെ സൂപ്പറായിട്ടോ, അടിപൊളി. അതായത് അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനായിട്ടുള്ള ചെറിയൊരു റൂമിനെ ഒരു പ്രയർ റൂമായിട്ട് അവർ തരലിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് കാണാൻ ഇതിൻ്റെ ബാത്റൂം ആട്ടോ. ഇതിൽ ബാത്റൂമിൻ്റെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത് ക്രോമിയം ഫിനിഷിങ്ങുകളുടെ പൈപ്പുകൾ അവർ കാണാം. ഒക്കെ വിദേശിയായിരിക്കും. പിന്നെ നമുക്ക് കാണുന്നതന്നെ അറിയാം. പിന്നെ താഴെ ഫ്ലോർ ഇങ്ങനെ വരുന്നത്, വേസ്റ്റ് വാട്ടർ പോലുള്ള സൗകര്യം. പിന്നെ ഒരു ചെറിയ റൂം, ഒരു ചെറിയ ബാത്റൂം, അവിടെ ലൈറ്റും സിസ്റ്റങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ സ്റ്റീം എഞ്ചിൽ വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ്. ഈ ഒരു പൈപ്പ് കൂടിയാണ് നമുക്ക് സ്റ്റീം എഞ്ചിലേക്ക് വെള്ളം നിറയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞത് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് സ്റ്റീം എഞ്ചിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഒരു ടോയ് ട്രെയിൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് സംഭവം. നമ്മുടെ ഈ ഊട്ടിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു ടോയ് ട്രെയിൻ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിന് ചെറിയ ടണൽ ഇവിടെ കാണാം. ആ ചെറിയ ടോയ് ട്രെയിനിന് പോകാൻ ചെറിയ ടണലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ഇപ്പോഴും റെയിൽ ക്രോസിങ്ങിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ സ്റ്റോപ്പ് ബോർഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ ട്രാക്ക് ശരിക്കും നല്ല രസമാണ് കേട്ടോ. നാരോ ഗേജാണ് ഉപയോഗിച്ചത് കേട്ടോ. നാരോ ഗേജ് ഉപയോഗിച്ചിട്ട് വുഡൻ രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ട്രാക്ക്. അത് ഈ ടോയ് ട്രെയിൻ ഓടി വരുന്നതും ആളുകളെ പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ആ സ്റ്റേഷൻ നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ് കേട്ടോ. ശരിക്കും നോർത്തിലൊക്കെ പോയാൽ ഇത്തരത്തിൽ സ്റ്റേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ആ സ്റ്റേഷൻ്റെ പേര് നമ്മളിപ്പോഴും കാണുന്ന സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മൾ ട്രെയിന് ഇവിടേക്ക് ഈ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിൻ സ്റ്റോപ്പ് ബോർഡ് ഇവിടെ ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ എത്ര കിലോമീറ്റർ, ഓരോ കിലോമീറ്ററിൽ നമ്മളിപ്പോൾ ഇൻഡിക്കേഷൻ വെക്കുന്ന സിസ്റ്റം. പിന്നെ നമ്മളിതാ ഓരോ സ്റ്റേഷനിലേക്കും നമ്മൾ കണ്ടുവരുന്ന ആ ഒരു എന്താ പറയുക ബാരിക്കേഡുകൾ. പിന്നെ അതവിടെ ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പണ്ടത്തെ രീതിയിൽ ഉപയോഗിച്ചിരുന്ന ലൈറ്റിംഗ് ആണ് ആ ഒരു സാധനം ഉണ്ട്. ഇപ്പം ഡിജിറ്റലായി എല്ലാം മാറിയിട്ടുണ്ട്. സ്റ്റേഷൻ നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ് കേട്ടോ. അതിനകത്തുള്ള എന്താ പറയുക വർക്കുകളൊക്കെ നല്ല രസം കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ സീറ്റിംഗ് രീതികൾ, പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുകൾ കാണാം. ലോഡുകൾ കൊണ്ടുപോകുമ്പോൾ വെയിറ്റ് അളക്കുന്ന സാധനങ്ങൾ, പിന്നെ അതിൻ്റെ ഗേറ്റിൻ്റെ സാധനങ്ങൾ. ഇതാണ് ശരിക്കും ഒരു ട്രെയിനിൻ്റെ ബോഗി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ മിനിയേച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു.
ഇതാണ് അതിൻ്റെ ശരിക്കും ഒരു ബോഗി. അത് 3 രീതിയിലുള്ള ബോഗികൾ അവിടെ കാണാൻ സാധിക്കും. നമുക്ക് നോക്കുക. ഇത് നമ്മൾ കാണുന്ന ഒരു ബോഗീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ബോഗികൾ BOX, BCX, BCXT തുടങ്ങിയ വാഗനുകളാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സ്പ്രിംഗ് സിസ്റ്റമാണ് വരുന്നത്. നേരത്തെ നമ്മൾ ലീഫ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്പ്രിംഗ് സിസ്റ്റമാണ് വരുന്നത്. 20 ടൺ കപ്പാസിറ്റിയാണ് ഇതിൻ്റെ ലോഡ് താങ്ങാനുള്ള കഴിവ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെ വേറൊരു രീതിയിലുള്ള ഒരു ബോഗി കാണാൻ സാധിക്കുക. ഇത് മീറ്റർ ഗേജ് ആണെന്ന് തോന്നുന്ന വലിപ്പം കണ്ടിട്ട് തോന്നുന്നുണ്ട്. മീറ്റർ ഗേജിൽ വർക്ക് ചെയ്യുന്ന ബോഗിയാണെന്ന് തോന്നുന്നു. ഇതിൽ സസ്പെൻഷൻ വരുന്നത് സ്പ്രിംഗ് തന്നെയാണ് വരുന്നത് 2 സ്ഥലത്തും. തൊട്ടടുത്ത് നമുക്ക് വേറൊരു ബോഗി കാണാം. ഒരു സൈഡിൽ സ്പ്രിങ്ങും വരുന്നുണ്ട്, സെൻറ്ററിൽ ലീഫും വെച്ച് വരുന്ന രീതിയിലുള്ള ഒരു ബോഗിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബോഗിയാണ് ഇത്. ഈ ബോഗികൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ICF കോച്ചുകളിലാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. ബോഗി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിദേശിയാണ്. സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് ഈ ബോഗി നമ്മൾ വാങ്ങിയത്. ഈ ബോഗിയുടെ വർഷം 1951 ഇത് നിർമ്മിച്ചത്. ബ്രോഡ് ഗേജ് ഒരു റെയിൽ സിസ്റ്റം ആണ് ഇപ്പം കാണുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്ന മീറ്റർ ഗേജ് ഒരു സിസ്റ്റം. പിന്നെ ഇത് കാണുന്ന നാരോ ഗേജ്, ഏകദേശം 2 ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന റെയിൽവേ നാരോ ഗേജ്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റീം ഉപയോഗിച്ചുള്ള ലോക്കോമോട്ടീവ് ഇവിടെ കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. ഇംഗ്ലണ്ടിൽ നിന്ന് വാങ്ങിയ സാധനമാണ് ഇത്. ശരിക്കും സംഭവം പറഞ്ഞാൽ ഒരു വിദേശിയാട്ടോ. മൈസൂർ റെയിൽവേൻ്റെ കീഴിൽ മൈസൂർ റെയിൽവേ 57,000 രൂപ 57,791 രൂപ കൊടുത്തിട്ട് എന്താ പറയുക 1922 നവംബറിൽ വാങ്ങിയ ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവാണ് കേട്ടോ. കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനാണ് സംഭവം. ഇതും നാരോ ഗേജ് ഇതിൽ ഓടുന്ന ട്രെയിനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൽക്കരി ഇടുന്ന ഒരു എന്താ പറയുക ഒരു സ്ഥലം. ഇവിടുന്ന് കൽക്കരി നമ്മുടെ ഷവ്വാൽ ഉപയോഗിച്ചിട്ട് കോരി എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇതിനുള്ളിലേക്ക് തുറക്കാം. ഇതിനുള്ളിലേക്ക് ഇട്ടെടുക്കുക. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കത്തിയിട്ട് ആ തീൻ്റെ അകത്ത് ഓടുന്ന ഒരു ലോക്കോമോട്ടീവാണിത്. ആ നേരെ പുറത്തേക്ക് പോകുന്ന ചെറിയ വാൽവൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ട്രെയിനിൻ്റെ നേരത്തെ കണ്ട സ്റ്റീം എഞ്ചിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ. ഒരു ചെറിയൊരു സ്റ്റെയറിംഗ് ഉണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക ഇൻഡിക്കേഷൻസ് ഉള്ള മീറ്ററുകൾ ഇവിടെ ഉണ്ട്. ആക്സിലേറ്ററോ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് ഇതിനൂടെ കുറേ വാൽവുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ ഹാൻഡിൽസ്, ബ്രേക്ക് സിസ്റ്റം, പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു വ്യൂ ഇവിടുന്ന് റെയിലിലേക്ക് കാണുന്ന വ്യൂ. 2 ഡോർ ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നത്. സ്പീഡോമീറ്റർ ഇവിടെ കാണാം. നമുക്ക് എത്ര സ്പീഡിൽ ഓടുന്നുള്ള സ്പീഡോമീറ്റർ ഉണ്ട്. പിന്നെ സ്പീഡോമീറ്റർ അല്ല, 120 കിലോമീറ്റർ അതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്. പിന്നെ അതിൻ്റെ എന്തൊക്കെയോ ഗേജ്, ഒരുപാട് ഇൻഡിക്കേഷൻസ് മീറ്ററുകൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ കണ്ടോ, നല്ല രസത്തിലേക്കാണ്. എന്താ പറയുക, ലീഫാട്ടോ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. ഇംഗ്ലണ്ടിലെ എന്താ പറയുക റെയിൽ രാജകുമാറിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ കണ്ടോ, നല്ല രസത്തിലേക്കാണ്. അടിപൊളി കേട്ടോ. ഇതിൻ്റെ ലാമ്പ് കണ്ടോ, ഭയങ്കര പോയിൻറ്റഡ് പവർ ലാമ്പാക്കിയത്. നല്ല കളറല്ല, ബ്ലൂ, നല്ല അടിപൊളി കളർ. റെയിലിൽ ഉപയോഗിക്കുന്ന ക്രെയിനാണിത്. കാരണം ട്രാക്കുകൾ എവിടെയെങ്കിലും പാളം തെറ്റി കിടന്നാലോ അല്ലെങ്കിൽ വണ്ടികൾ എവിടെയെങ്കിലും മറിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ ട്രാക്ക് നേരെയാക്കുന്നത്, വാഹനം ഉയർത്തുന്നൊക്കെ. അതിൻ്റെ പണ്ടത്തെ വേർഷനിലുള്ള ഒരു സാധനമാണ് ഇത്. ശരിക്കും ഒരു നമ്മുടെ എന്താ പറയുക ഒരു വിദേശിയാണ്. ഇത് ഇംഗ്ലണ്ടിലെ സാധനമാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇത് 5 ടൺ കപ്പാസിറ്റി ഇതിന് താങ്ങാനുള്ള കഴിവുണ്ട്. പിന്നെ ഈ ഒരു ക്രെയിൻ 360 ഡിഗ്രിയിൽ തിരിഞ്ഞുകൊണ്ട് നമുക്ക് ഏത് ആക്സസിലുള്ള സാധനങ്ങളും എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. പിന്നെ ഇത് നിർമ്മിച്ചത് 1885 മീറ്റർ ഗേജിലാണ് ഓടുന്നത് കേട്ടോ. ഇംഗ്ലണ്ടാണ് ഇതിൻ്റെ ജന്മദേശം. പിന്നെ ഇവിടെ വേറൊരു സ്റ്റീം എഞ്ചിൻ ഉണ്ട്. നല്ല രസമുള്ള നല്ല കളറാണ്. നല്ല ഒരു എന്താ പറയുക ഒരു ബ്രൗണിഷ് കളറിലുള്ള ഒരു നല്ല സ്റ്റീം എഞ്ചിൻ ഉണ്ട്. ഇത് സ്റ്റീം ലോക്കോമോട്ടീവാണ്. അത് ടാങ്ക് ടൈപ്പാണ്. വെള്ളം ഉപയോഗിച്ച് സ്റ്റീം ഉണ്ടാക്കിയിട്ട് ഓടുന്ന ട്രെയിനാണ്. മൈസൂർ സ്റ്റേറ്റ് റെയിൽവേൻ്റെ കീഴിൽ വരുന്ന ലോക്കോമോട്ടീവാണ്. ഏകദേശം മൈസൂർ റെയിൽവേ 36,340 രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. 1933 അത് വാങ്ങിയത്. ബാംഗ്ലൂർ റെയിൽവേ സെക്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനായിട്ടത്. 1932 മീറ്റർ ഗേജിലാണ് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു ഗുഡ്സ് എന്താ പറയുക ഒരു ട്രെയിനിൻ്റെ ഒരു 3 ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ സാധനം അവിടെ കാണാം. ഒരു ക്യാബിൻ ലാസ്റ്റ്, അതായത് നമ്മുടെ എന്താ പറയുക ഗാർഡിനിരിക്കാനുള്ളൊരു ക്യാബിൻ ക്രൂ ലാസ്റ്റ് കാണാം. പിന്നെ ഇവിടെ തൊട്ട നടുക്കായിട്ട് നമുക്ക് ഗുഡ്സ് കയറി ചെയ്യുന്ന ഒരു സെക്ഷൻ, പിന്നെ ഒരു ലോക്കോമോട്ടീവ്. അത് 3 ഉൾപ്പെടുത്തിയ ഒരു തീവണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടയറിൻ്റെ സിസ്റ്റം നല്ല ഭംഗിയിട്ട് കാണാൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല അടിപൊളി കളറൊക്കെയാണ്, സിൽവർ കോട്ടിങ് വെച്ചിട്ട്. അതായത് ഇവിടുന്ന് എഞ്ചിൻ്റെ പവർ വരുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക ഈ ഒരു സെക്ഷൻ വലിയുന്ന സമയത്ത് ടയർ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ സിനിമകളെ കണ്ടിട്ടുള്ള രീതിയിൽ ടയർ വലിയ നല്ലൊരു ഭംഗിയായിരുന്നു. ശരിക്കും ഓടുന്നൊരു വണ്ടി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്കിതിൻ്റെ
ലോക്കോ ഇരിക്കുന്ന സെക്ഷനിലേക്ക് കടന്നു നോക്കാം. അവിടെ ഒരു ചെറിയ ഡെമോ, ഒരു മോഡൽ ലോക്കോ അവിടെ കിട്ടോ. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയിൽ നേരത്തെ കണ്ട ലോക്കോമോട്ടീവിനകത്ത് ഇവിടുന്ന് നമ്മൾ കൽക്കരി കോരി എടുത്തിട്ട് ഇവിടെ ഇടുന്ന രീതിയായിരുന്നു. ഇത് വെള്ളത്തിൽ ഓടുന്നൊരു ഞാൻ പറയാം, വെള്ളം ഉപയോഗിച്ചിട്ട് സ്റ്റീം ഉണ്ടാക്കുന്ന രീതി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സിസ്റ്റത്തിന് എഞ്ചിനൊക്കെ വ്യത്യാസമുണ്ട്. വേറൊരു മോഡൽ എഞ്ചിൻ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട 2 ലോക്കോമോട്ടീവും സ്റ്റീം കൽക്കരി ഉപയോഗിച്ചായിരുന്നു. ഇത് വെള്ളത്തിൽ വിടുന്നത് കൊണ്ട് വേറൊരു മോഡലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കയറി വരുന്ന സമയത്ത് നമുക്കൊരു ചെയർ നൽകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലോക്കോ നിൽക്കുന്നുണ്ട്. ലോക്കോയുടെ അടുത്ത് ഇവിടെ ചെറിയ എന്തൊരു ഹാൻഡിൽ ബാർ കാണാം. ഇതിൻ്റെ ഗുഡ്സിൻ്റെ സെക്ഷനായി കാണാം കേട്ടോ. ഇതിലാണ് നമ്മുടെ ലോഡുകൾ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഈ ഗുഡ്സിൻ്റെ കുറേ ഹാൻഡിൽ ബാർ കാണാം നമുക്കിവിടെ. എനിക്ക് തോന്നുന്ന ഗുഡ്സ് എന്താ പറയുക, നമ്മുടെ ടിപ്പറൊക്കെ അൺലോഡ് ചെയ്യുന്ന മാതിരി ലോഡ് അൺലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള സിസ്റ്റമായിരിക്കും. പിന്നെ കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നതേ നമ്മുടെ നേരത്തെ കണ്ട മാതിരി ലീഫിൽ നിന്ന് മാറിയിട്ട് സ്പ്രിങ് ആട്ടോ വരുന്നത് സസ്പെൻഷൻ വരുന്നതിൻ്റെ. ബാക്കിയൊക്കെ സെയിം സിസ്റ്റം തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ 2 ബോഗികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു രീതി, അതും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതിന് വലിയ മാറ്റം. അതായത് പൈപ്പ് ഇവിടെ കാണാം. നമുക്ക് ഈ പൈപ്പ് മുഖാന്തരമാണ് ഇതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ മറ്റൊരു ബോഗി അടുത്ത ബോഗിയിലേക്ക് കൊടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ അതിൻ്റെ സിസ്റ്റമൊക്കെ അതേ മോഡൽ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഗാർഡ് റൂം കാണാം. അതായത് ഒരു തീവണ്ടിയുടെ ഏറ്റവും ലാസ്റ്റ് ആ തീവണ്ടിയുടെ അവസാനിക്കുന്ന ഒരാളെ കാണാൻ നമ്മൾ അയാൾക്ക് ഇരിക്കാനുള്ള ഗാർഡ് റൂമാണിത്. അത് നമുക്ക് കയറി കാണാം. ഗാർഡ് റൂമിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ചെറിയ ഒരു സീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ അയാൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് വരിക. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാലാണ് പുറത്തേക്ക് കാണുക ട്രെയിൻ യാത്ര ചെയ്യുന്നത്. പിന്നെ ഒരു ഗാർഡിൻ്റെ മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗാർഡ് നമ്മുടെ ഗാർഡ് സുഖമല്ലേ, ആ ഒരു ഗാർഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ഫുള്ള് യൂണിഫോമായി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ സെക്ഷനിലാണ് ഈ ഒരു തീവണ്ടിയുടെ അവസാനം യാത്ര ഒരു കൊടി കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ഓരോ സ്റ്റേഷൻ കടന്നു പോകുന്ന സമയത്തും ആ സ്റ്റേഷൻ കടന്നെന്നുള്ളത് നമ്മുടെ ലോക്കോയിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഗാർഡാണ് ഇതിൽ കൊടി കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ഇതാണ് ഗാർഡ് റൂമിൻ്റെ ബാക്ക് സൈഡ് ട്രാക്കിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾക്ക് അറിയുന്ന കാര്യമൊക്കെ എന്നാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ചെറിയ ഇൻഫർമേഷൻ പറഞ്ഞില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു ഓരോ ട്രെയിനിൻ്റെ ബാക്ക് സൈഡിലും ഒരു ഇൻറ്റു കാണാൻ പറ്റും. ഒരു ഇൻറ്റു മാർക്ക്, എക്സ് മാർക്ക്. അത് എന്തിനാണെന്നുള്ളത് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ഒരു ഇൻറ്റു മാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ട്രെയിൻ പൂർണ്ണ ബോഗികളുമായിട്ട് കടന്നു പോയി എന്നർത്ഥം. അതായത് ആ ട്രെയിൻ ഫുള്ളായിട്ട് എങ്ങനെയാണോ സ്റ്റേഷനിൽ പുറപ്പെട്ടത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ട്രെയിൻ കടന്നു പോയി. എന്നാൽ ആ ഒരു ട്രെയിനിൻ്റെ ബാക്ക് സൈഡിലൊരു നമ്മൾ ട്രെയിൻ കടന്നു പോകുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഇൻറ്റു മാർക്ക് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആ ട്രെയിൻ എന്തോ കാരണവശാലോ ആ ട്രെയിൻ എവിടെയോ വെച്ച് കട്ടായി പോയിട്ടുണ്ട്. അതിൻ്റെ പകുതി ബോഗികൾ മാത്രമാണ് കടന്നു പോയത്. ബാക്കി ബോഗികൾ എവിടെയോ മിസ്സിങ് ആണെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ട്രെയിനിൻ്റെ ബാക്കിൽ എക്സ് എന്ന് എഴുതി വെച്ചത്. ട്രാക്ക് എൻ്റെ അവസാനത്ത് നമ്മൾ ഡെഡ് എൻഡിൻ്റെ ഒരു സിഗ്നലിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ട്രെയിന് ആ ഒരു ട്രാക്ക് അവിടെ തീർന്നു എന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെഡ് എൻഡ് ഉണ്ടല്ലോ. പിന്നെ ഇവിടെ വലിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു ട്രാക്കിലൂടെ ഒരു വാഹനം റെയിൽ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടോ. നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ആ രീതിയിലാണ് യൂസ് ചെയ്ത് വരുന്നതുകൊണ്ടത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മൾ വാഹനം ബൈക്കായിട്ട് കാറായിട്ട് കടന്ന് റെയിൽ കടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്ന സ്റ്റോപ്പും ഒരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിവർ കാണാം. നമ്മൾ ഈ ലിവർ വെച്ചിട്ട് ഇതിൻ്റെ ലോക്ക് അവിടെ നമ്മൾ ലോക്ക് ചെയ്തിരുന്ന ലോക്ക് അങ്ങോട്ട് തിരിച്ചു ലോക്ക് ഓഫിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു ഹാൻഡിൽ ബാർ ഉണ്ട്. അത് ഊരി വെച്ചാണ്. ഈ ഹാൻഡിൽ ബാർ നമ്മൾ മാനിലായിട്ട് തിരിക്കുമ്പോൾ അപ്പുറത്തുള്ള ആ ഒരു സ്റ്റിക്ക് പൊന്തി വരികയാണ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇത് വേറൊരു കൗതുക സംഭവം വെച്ചാൽ നമ്മൾ ഇവിടേക്ക് അതായത് ട്രെയിൻ കടന്നു വരുന്ന തൊട്ട് മുമ്പായിട്ട് ഇവിടെ അലാറം അടിക്കാൻ തുടങ്ങും. പണ്ട് കാലത്ത് മണിയായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അലാറം അടിക്കുന്ന സമയത്ത് ആ അലാറത്തിൻ്റെ സിഗ്നൽ ഇവിടേക്ക് വരുമ്പം ഈ ഒരു സ്റ്റേഷൻ, അതായത് ഈ ഒരു സ്റ്റേഷനിലുള്ളൊരു ഗാർഡിന് ഇതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടുക ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ കീ ഉണ്ടാവും. ആ കീ അയാൾ ഉള്ളിലൊരു ചെറിയ സ്ഥലത്തുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് അത് ഇയാൾക്ക് ഇപ്പുറത്തെ ഒരു സെക്ഷൻ ഉണ്ട്. ആ ലോക്ക് സിസ്റ്റം അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഈ ഒരു ചെയിൻ തിരിച്ചാൽ മാത്രമേ ആ ഒരു അലാറം അടി നിൽക്കുള്ളൂ. എന്നാൽ മാത്രമേ ഈ ലോക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ, അതായത് അടുത്ത ഗാർഡ് ഇരിക്കുന്നത്, അതായത് അടുത്ത എവിടെയാണോ റെയിൽവേ ക്രോസിങ് വരുന്നത് അവിടേക്ക് ഇതിന് സെയിം ഇൻഡിക്കേഷൻ അപ്പം പോകും. അപ്പോൾ അയാൾ അതേപോലെ തന്നെ ആ ഉള്ളിൽ പോയി ചാവി എടുത്ത് കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ട് വീണ്ടും അയാൾ ഈ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ആ ചാവി അകത്തന്നെ കൊണ്ട് വെച്ചാൽ ഇതിന് അലാറം നിൽക്കും. അത് ആ ഒരു രീതി കണ്ടിന്യൂ ആയിട്ട് പോകുന്നത് കൊണ്ടാണ് റെയിൽവേയിൽ ട്രാക്കിലൂടെ തീവണ്ടികൾ വളരെ വ്യക്തമായിട്ട് മറ്റ് വാഹനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പണ്ടത്തെ നല്ല കൗതുകത്തോടെ തമാശയിൽ പറഞ്ഞ സംഭവം ഉണ്ടായി, ട്രെയിൻ തിരിക്കുക അല്ലേ. അപ്പോൾ ട്രെയിൻ തിരിക്കാൻ പറ്റുമെന്നായിരിക്കും സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രെയിൻ തിരിക്കാറില്ല. ആ ട്രെയിൻ ഒരു സെക്ഷനിൽ ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ ലോക്കോ ഫ്രണ്ട് പോയിട്ട് മറ്റൊരു ട്രാക്കിലേക്ക് കയറിയിട്ട് തിരിച്ച് ബാക്ക് സൈഡിൽ വന്നിട്ട് കുടിക്കാൻ നമ്മൾ യാത്ര ചെയ്യുക. അല്ലെങ്കിൽ ട്രെയിൻ തിരിക്കാനുള്ള സൗകര്യം നമുക്കില്ല അല്ലേ. ചില ലോക്കോ ഷെഡുകളിലൊക്കെ ഈ ലോക്കോ തിരിക്കണമെങ്കിലേ
നമുക്ക് ഈ ഒരു രീതിയിലുള്ള സിസ്റ്റമായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു ട്രാക്കിലേക്ക് വാഹനം നേരെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹാൻഡിലുണ്ട്, നമ്മൾ കാണാനായിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് ആ കാണുന്ന ട്രെയിൻ കണ്ടു, ആ ട്രെയിൻ നേരെ ഈ ഒരു എന്താ പറയുക ട്രാക്കിലൂടെ വന്നിട്ട് ഈ ട്രാക്ക് രണ്ട് സെയിം ഇപ്പം നേരെയല്ല നിൽക്കുന്നത്, നമ്മൾ നേരെ നേരെയാക്കി വെച്ചതിന് ശേഷം ഈ ട്രാക്കിലേക്ക് കയറ്റി വെക്കും. അതിനുശേഷം നേരെ തിരിച്ച് ഈ ഒരു സർക്കിളും തിരിച്ച് കഴിഞ്ഞാൽ നേരെ ട്രെയിനിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങോട്ടാക്കി വെക്കാൻ പറ്റും. നമുക്ക് നല്ല രസമുള്ള സംഭവമല്ലേ, നമുക്ക് വളരെ ആർക്കും വളരെ കൗതുകമായിട്ടുള്ള സംഭവം, ആർക്കും അങ്ങനെ വളരെ കേട്ട് പരിചയമില്ലാത്തൊരു സംഭവമല്ല ഇത് ട്രെയിൻ തിരിക്കുന്ന സംഭവം. ഈ ഒരു ലോക്കോ സംഭവം എന്ന് വെച്ചാൽ സ്റ്റീം ലോക്കോ മോട്ടീവാണ്. നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെ സ്റ്റീമാണ് വരുന്നത്. ഇത് ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഒരു ലോക്കോ ആണ്. ഇത് നോർത്തേൺ റെയിൽവേൻ്റെ കീഴിലാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ 1900 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ട്രെയിൻ ഈ ഒരു ലോക്കോ നിർമ്മിച്ചത്. ഇതും നാരോ ഗേജിൻ്റെ കീഴിൽ വരുന്ന ഒരു ലോക്കോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൂടുതൽ നമ്മൾ കാണുന്നത് നാരോ ലോക്കോമോട്ടീവുകളാണ് നമ്മളിവിടെ കൂടുതലും കാണുന്നത്. ലോക്കോൻ്റെ ഉള്ളിൽ ഏകദേശം എല്ലാത്തിനും സെയിം സിസ്റ്റം തന്നെ വരും കേട്ടോ. നമ്മൾ കണ്ടുവന്നിരുന്ന എല്ലാത്തിനും അതായത് വെള്ളം ഉപയോഗിച്ചുള്ള സ്റ്റീം ഉപയോഗിച്ച് കറക്കുന്ന ലോക്കോയും പിന്നെ അതേമാതിരി തന്നെ കൽക്കരി ഉപയോഗിച്ചുള്ള ലോക്കോയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ അതിൻ്റെ ഉള്ളിൽ മാറ്റം വരുന്നത്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. 1900 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച സ്റ്റാഫോർഡ് ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയിരുന്ന ഒരു എൻജിൻ. ഇവിടെ കുട്ടികളായിട്ട് വരുന്ന ആളുകൾക്ക് സമയം ശരിയാക്കിയ ചെറിയൊരു പാർക്കുണ്ട് ഇവിടെ കാണാൻ. ചെറിയ മക്കൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയ പാർക്ക് ഇവിടെ. റെയിൽവേ സംബന്ധമായിട്ട് സ്ക്രാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം തട്ടിമുട്ടി ഒപ്പിച്ചുകൊണ്ട് ചെറിയൊരു ബാൻഡ് മോഡൽ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിവിടെയുള്ള ഷോക്ക് ആബ്സറുകൾ, അതിൻ്റെ ലീഫുകൾ, പിന്നെ മറ്റുള്ള എന്താ പറയുക ഒരുപാട് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാൻഡ് സിസ്റ്റം മോഡലുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് എല്ലാം എന്താ പറയുക സ്റ്റീം എഞ്ചിനായിരുന്നു. ഇത് നമുക്ക് ചെറിയൊരു മാറ്റം, ഡീസൽ ലോക്കോമോട്ടീവ് അവിടെ നിന്നുണ്ട്. ഇത് മൈസൂർ സെക്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ്, ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ ആണ്. പിന്നെ മീറ്റർ ഗേജിലാണ് ഇത് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടോ നാരോ ഗേജ് എന്ന മീറ്റർ ഗേജിലാണ് ഇത് വരുന്നത്. പിന്നെ അമേരിക്കൻ ലോക്കോമോട്ടീവ് കമ്പനീൻ്റെ കീഴിലാണ് ഇത് നിർമ്മിച്ചത്. കാരണം ഇതും ഒരു വിദേശിയാണ്, ഇന്ത്യൻ സാധനമല്ല, അമേരിക്കയിൽ ഉപയോഗിച്ചാണ്. ഇത് മൈസൂർ ചാമരാജ് നഗർ എന്താ പറയുക ആ സെക്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ഡീസൽ ലോക്കോമോട്ടീവാണ്. ഇതിൻ്റെ ജനന വർഷം വരുന്നത് 1968 കേട്ടോ. 1968 വിദേശത്ത് ജനിച്ച ഒരു ഡീസൽ ലോക്കോമോട്ടീവ് രാജാവ്. ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം ഒക്കെ സെയിം നമ്മളിപ്പോഴത്തെ ട്രെയിനിൻ്റെ സിസ്റ്റം തന്നെയാണ്. സ്പ്രിംഗ് സസ്പെൻഷൻസ് ആണ് വരുന്നത്. അതിൻ്റെ എല്ലാം ബാക്കി എല്ലാ സിസ്റ്റങ്ങളും നമ്മൾ കണ്ട സെയിം സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഇവിടെ എല്ലാ ദിവസം ഒരു കാഫേ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പഴയ കോച്ച് ചെയ്തോ എടുത്തിട്ട് AC ഒക്കെ എക്സ്ട്രാ അഡീഷണൽ പുറത്ത് വെച്ച് ചെയ്തിട്ട് ഒരു കഫേ, അതിൻ്റെ പേര് കൊടുത്ത് എന്താ പറയുക റെയിൽ കോച്ച് കഫേ എന്ന് പറഞ്ഞിട്ട് RPFൻ്റെ ഒരു എന്താ പറയുക സേന അംഗത്തിൻ്റെ ഒരു ചെറിയൊരു മോഡൽ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു കഫറ്റീരിയയും സൗകര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മ്യൂസിയത്തിൻ്റെ, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലുള്ള എല്ലാ എന്താ പറയുക മൈൽ സ്റ്റോൺസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പിക്ചേഴ്സ് ഉൾപ്പെടുത്തിയ ഒരു പക്ക നല്ലൊരു മ്യൂസിയം അവിടെ ഉണ്ട്. വരുന്ന സമയത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പണ്ട് മുതലുണ്ടായിരുന്ന എല്ലാ ട്രെയിനുകളുടെയും ചരിത്രം, അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഇവിടെ നല്ല വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ അന്ന് റെയിൽവേ സിസ്റ്റത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ, അതായത് നമ്മൾ ആശയവിനിമയം നടത്തുന്ന രീതിയിൽ ഉപയോഗിച്ച ഫോണുകൾ, അവരുടെ മറ്റുള്ള മെഷീനറീസൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഒരു സ്റ്റേഷൻ്റെ ഒരു ഏരിയയിൽ വരുന്ന ട്രെയിനിനെ കടത്തി വിടുന്ന ആ രീതി ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോഴും സ്റ്റേഷനുകളിൽ പോയിട്ട് സ്റ്റേഷൻ മാസ്റ്റർ റൂമിൽ കാണുന്ന ആ സംഭവം തന്നെ അവിടെ ഉള്ളത്. അതിൽ വലിയ മാറ്റം ഇപ്പോഴും വന്നിട്ടൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ആ ഒരു ലൈറ്റ് ഉപയോഗിച്ചുള്ള ട്രെയിനിൻ്റെ ആ സിഗ്നൽ രീതിക്ക് മുമ്പേ, അത് വരുന്നതിന് മുമ്പേ അന്ന് ബാറ്റിന് കൈമാറിക്കൊണ്ടായിരുന്നു സിഗ്നൽ കൈമാറി. അതായത് ഒരു ട്രെയിൻ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ബാറ്റിന് അടുത്ത ട്രെയിനിൻ്റെ ആൾക്ക് കൈമാറിക്കൊണ്ടിരുന്ന അന്ന് പോയിക്കൊണ്ടിരുന്നത് ആ രീതിയിലുള്ള ബാറ്റൻസാണ് അവിടെ കാണുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ രീതിക്ക് ഉപയോഗിച്ച ട്രെയിനിൻ്റെ വേഗത സാധനങ്ങൾ മറ്റുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഡെമോ പോലെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ട്രെയിനിൻ്റെ ലൈറ്റുകളാണ് ഇവിടെ കാണുന്നത്. പണ്ടത്തെ ട്രെയിനുകൾ ഉപയോഗിച്ച ടെയിൽ ലാമ്പുകൾ, പിന്നെ അതേപോലെ റൗണ്ട് ലാമ്പുകൾ, അങ്ങനത്തെ ലൈറ്റ് ലാമ്പുകളൊക്കെയാണ് ട്രെയിനിൽ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഈ മൈസൂരിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ പെട്ടെന്ന് മൈസൂർ എത്തിയതിനു ശേഷം മൈസൂർ പാലസ്, വൃന്ദാവൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ പതിവ്. മൈസൂരിനെ പറ്റി ഒരു അറിവില്ലാത്തൊരു സ്ഥലമാണിത്. മൈസൂർ വരുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ട് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സംഭവമാണ് ഈ ഒരു റെയിൽ മ്യൂസിയം.
കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻസ് റെയിൽവേ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകളിൽ കൂടാതെ ഒരു ടോയ് ട്രെയിൻ യാത്ര കൂടി നമുക്ക് ഈ 50 രൂപ ടിക്കറ്റുകൾ തരുന്നുണ്ട്. അത് വളരെ വലിയ സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറിയ എക്സിബിഷന് പോയാൽ പോലും ട്രെയിനിൽ കയറണമെങ്കിൽ നമ്മൾ 100 രൂപ മിനിമം കൊടുക്കണം. ഈ ഒരു 50 രൂപയ്ക്ക് നമുക്ക് ടോയ് ട്രെയിൻ യാത്ര കൂടി ഇവർ തരുന്നുണ്ട്. എന്തായാലും എല്ലാ ആളുകളും തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കും. മസ്റ്റ് ട്രൈ ആണ്, ഒരിക്കലും മറക്കരുത്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഇതുള്ളത്. പിന്നെ ഇന്ത്യൻ റെയിൽവേയോട് ഒരു ആദരസൂചകമായിട്ട് അന്ന് ഇറക്കിയ സ്റ്റാമ്പുകൾ, അത് നൂറ്റാണ്ടുകൾ മുമ്പ് ശരിക്കും പറഞ്ഞാൽ പഴക്കമുള്ള ഒരുപാട് വർഷങ്ങൾ പഴക്കം മുമ്പുള്ള സ്റ്റാമ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ അതും കൂടാതെ ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല വേൾഡ് വൈഡ് റെയിൽവേയുടെ പോസ്റ്റൽ, അതായത് ലോകത്തിലുള്ള എല്ലാ റെയിൽവേയോടും അവർക്ക് വേണ്ടി ഇറക്കിയ റെയിൽവേ സ്റ്റാമ്പുകളൊക്കെ എല്ലാ രാജ്യങ്ങളും സ്റ്റാമ്പുകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രെയിന് വരുന്ന സമയത്ത് ട്രാക്ക് എങ്ങനെയാണ് മാറുന്നത്, സ്റ്റേഷൻ മാസ്റ്റർ നിർദ്ദേശപ്രകാരം അതിൻ്റെ ഗാർഡ് ഈ ഒരു ലിവർ പിടിച്ച് മാറ്റുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഈ ഒരു സിസ്റ്റം, ഒരു ലൈനിൽ നിന്ന് വരുന്ന ട്രെയിൻ മറ്റൊരു ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു സാധനം ഇങ്ങോട്ടേക്ക് മാറി കൊടുക്കുമ്പോൾ അതിൽ വരുന്ന ട്രെയിൻ കറക്റ്റ് ഇങ്ങോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മോഡൽ അതിപ്പോഴും റെയിൽവേ അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിസ്റ്റം ഇവിടെ ഒരു ഡെമോക്ക് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അത് മാറുന്നത് എന്നുള്ളത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന റെയിലിൻ്റെ ലോക്കിംഗ് സിസ്റ്റങ്ങളൊക്കെ പല രീതിയിലുള്ള ഒരു റെയിലിൻ്റെ അടുത്ത റെയിലിൽ ബന്ധിപ്പിക്കുന്ന ലോക്കുകളൊക്കെ സിസ്റ്റങ്ങൾ അന്ന് വെച്ച് 1905 തന്നെ 1905 എന്തൊരു എക്യുപ്മെൻറ്റ്സാണ്. പിന്നെ അന്ന് നമ്മൾ റെയിൽ ഉറപ്പിക്കാൻ ഉപയോഗിച്ച ഹാമറുകൾ, ഇതുകൊണ്ട് അടിച്ച് കഴിയുന്ന ഹാമർ റെയിൽ ഉറപ്പിച്ച ആ സാധനങ്ങളും. പിന്നെ ഇത് നമുക്കിവിടെ ഒരു റെയിൽവേയുടെ ചരിത്രം മൊത്തമുള്ള ഒരു മൈൽസ്റ്റോൺ ഉണ്ട്. 1752 മുതൽ 1853, 55, 62, 70, 76, 85 തുടങ്ങിയിട്ട് ലാസ്റ്റ് 1930 വരെയുള്ള റെയിൽവേയുടെ ചരിത്രത്തിലെ എല്ലാ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു മൈൽ സ്റ്റോൺ ഇവിടെ കാണാൻ പറ്റും. 1952 1852 സ്റ്റീമായിരുന്നു ഉപയോഗിച്ചായിരുന്നത് നമ്മൾ തീവണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ സ്റ്റീമിൻ്റെ ഒരു മൈൽ സ്റ്റോൺ അവിടെ കാണും. തൊട്ടതായത് നമുക്ക് ഡീസലിലേക്ക് പിന്നെ കടന്നതിന് ശേഷം ഡീസൽ ഉപയോഗിച്ച് 1930 മുതൽ, അതായത് ഓടിക്കൊണ്ടിരുന്ന വണ്ടി 30, 36, 44 തുടങ്ങിയിട്ട് ലാസ്റ്റ് 1994 ഇറങ്ങിയ ഡീസൽ ലോക്കോമോട്ടീവ് വരെ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു മൈൽ സ്റ്റോൺ ഉണ്ട്. പിന്നെ നമ്മൾ അടുത്തൊരു സ്റ്റേജിൽ അത് ഇലക്ട്രിക്കലി നമ്മൾ മാറിയതിനു ശേഷം ഇലക്ട്രിക്കൽ 1925 ഇലക്ട്രിക്കൽ ആദ്യമായിട്ട് വന്നത്. ആ ഇലക്ട്രിക്കൽ 25 മുതൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് 1987 വരെ ഇറങ്ങിയ എല്ലാ ഇലക്ട്രിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇത് ഇന്ത്യയുടെതല്ല കേട്ടോ. 1925 ഇലക്ട്രിക്കൽ വന്നെന്ന് പറയുന്ന സമയത്ത് ആരും ടോളാൻ നിൽക്കണ്ട. ഇന്ത്യയിൽ വന്നിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. പക്ഷേ ഇത് ഓൾ ലോകത്തിൽ മൊത്തത്തിൽ വേൾഡ് വൈഡിൽ 1925 ആദ്യമായി ഇലക്ട്രിക്കൽ വന്നത്. അതേപോലെ തന്നെ ഡീസലിൽ 1930 വേൾഡ് വൈഡിൽ ആദ്യമായിട്ട് വന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീമിൽ 1852 റാങ്ക് നേടുന്ന ആളുകൾക്ക് അവർക്ക് നൽകുന്ന ഒരു ബാഡ്ജാണിത്. സെറമണിക്ക് ഒഫീഷ്യൽ സെറമണിക്ക് അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ വാളുകളും അവരുടെ എന്താ പറയുക ഒരു ഹെൽമെറ്റല്ല നമ്മളെന്താ പറയുക ആ ഒരു തൊപ്പിയിലെ. ഇന്ത്യൻ റെയിൽവേയും എന്താ പറയുക ഒരു തീവണ്ടിയുടെ ഇതിൽ വളരെ വലിയൊന്നല്ല. 1853 ആദ്യമായിട്ട് ഇന്ത്യയിൽ ട്രെയിൻ ഓടിയത്. അത് മുംബൈയിൽ നിന്നും താനെ വരെ നമ്മളെല്ലാവരും പഠിച്ച കാര്യമാണ്. ആ ട്രെയിനിൻ്റെ ഒരു പിക്ചർ അവിടെ കാണുന്നത്. മുംബൈയിൽ നിന്ന് താനെ വരെ ആദ്യമായിട്ട് ഓടുന്നത് ഇന്ത്യയിലെ റെയിൽവേ ട്രെയിൻ. പിന്നെ ഡാർജിലിംഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാർജിലിംഗിൽ ഓടുന്ന ട്രെയിനാണിത്. ഏറ്റവും വേറെ കുറഞ്ഞ് ഓടുന്ന സ്റ്റീം ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനുകൾ ഡാർജിലിംഗിലുള്ള ട്രെയിനാണ് കാണുന്നത്. പിന്നെ നമ്മളെ മറ്റൊരു എന്താ പറയുക ഒരു അഭിമാനമായിട്ടുള്ള പാമ്പൻ ബ്രിഡ്ജിലുള്ള ഓടുന്ന ട്രെയിനാണിത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വളരെ ചരിത്രപരമായിട്ടുള്ളൊരു മുന്നേറ്റമായിരുന്നു പാമ്പൻ ബ്രിഡ്ജിലൂടെ കടൽ കടന്നുകൊണ്ടൊരു ട്രെയിൻ ഓടിച്ചത്. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അഭിമാനപരമായിട്ടുള്ള സ്ഥാനത്തിൻ്റെ പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട്. സ്ഥാനക്കയറ്റം കിട്ടുന്ന സമയത്ത് അന്നത്തെ റെയിൽവേ ആളുകൾ യൂസ് ചെയ്തിരുന്ന ബാഡ്ജുകൾ, അവരുടെ ഡ്രസ്സിങ് രീതികൾ, പിന്നെ അവർക്ക് ഉപയോഗിച്ചിരുന്ന അവരുടെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണിത്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും ഭംഗിയുള്ള 2 റൂട്ടുകളിൽ ഒന്നാണ് ഈ മേട്ടുപ്പാളയം ഊട്ടി. നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മളെ കിൽക്ക സിനിമകൾ നമ്മൾ കണ്ട ആ ട്രെയിനിൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റെയിലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരുന്നു. മേട്ടുപ്പാളത്ത് ഉദയമണ്ഡലം വരെ 46 കിലോമീറ്റർ സദേൺ റെയിൽവേയിൽ ഓടുന്ന ട്രെയിൻ 1854 ഈ ട്രെയിൻ നിർമ്മിച്ചത്. ഭംഗിയുള്ള റൂട്ടാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള റൂട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ രാമേശ്വരം റൂട്ട്. രാമേശ്വരത്ത് നിന്ന് ഏകദേശം 1902 ഈ ട്രെയിൻ നിർമ്മിച്ചത്. 65 കിലോമീറ്ററാണ് തമിഴ്നാട്ടിലുണ്ട്. സൗദേൺ റെയിൽവേയുടെ തന്നെ ഒരു അഭിമാനകരമായ സാധനമാണ്. പിന്നെ നമ്മൾ കാണുന്നത് കർജത്ത് ലോകവാരദ റൂട്ടിലുള്ള 26 കിലോമീറ്റർ ഓടുന്ന, അതായത് തുറങ്ങൾക്കിടയിൽ കൂടെ ഓടുന്ന ട്രെയിനാണ്. വളരെ ഭംഗിയുള്ള റൂട്ടാണിത്. പിന്നെ ഒരു അടിപൊളി അടുത്തൊരു റൂട്ടാണ് കൽക്ക ഷിംല റൂട്ടിൽ ഏകദേശം 96 കിലോമീറ്റർ 1898 നിർമ്മിച്ച ട്രെയിനാണ്. പിന്നെ ജാൽപൂരി ഡാർജിലിംഗ് റൂട്ടിൽ ഓടുന്ന ഒരു ട്രെയിൻ ഉണ്ട്.
പിന്നെ ഒരു അടിപൊളി റൂട്ടാണ് ശ്രീനഗർ ബാരാമുള്ള റൂട്ട്. ഏകദേശം 1994 നിർമ്മിച്ചാണ്. ശരിക്കും മഞ്ഞ് പുതച്ചെടുക്കുന്ന റെയിലിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ്. അതും ഭംഗിയുള്ള റൂട്ടാണ്. പിന്നെ നമ്മൾ ഈ അടുത്തിറങ്ങിയ ചെന്നൈ എക്സ്പ്രസ് ട്രെയിനിലൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ കൂടെ ഓടുന്ന റെയിൽവേ ട്രാക്ക് വളരെ ഭംഗിയുള്ള ഒരു റൂട്ടാണ്. അത് ഹുബ്ബാളി ഗോവ റൂട്ടിലെയും മഡ്ഗോട്ട് റൂട്ടിലും ഓടുന്ന ട്രെയിനാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലാണ് വരുന്നത്. 1910 ആ റെയിൽവേ നിർമ്മിച്ചത്. വളരെ ഭംഗിയാണ്. ഇപ്പോഴും ടൂറിസ്റ്റുകൾ ഒരുപാട് എത്തിപ്പെടുന്ന ഒരു റൂട്ടാണിത്. വളരെ ഭംഗിയുള്ള സ്ഥലമാണിത്. പിന്നെ മുംബൈ ഗോവ റൂട്ടിലുള്ള കൊങ്കൺ റെയിൽവേ വളരെ ഭംഗിയുള്ള സംഭവം തന്നെയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള റൂട്ടാണ്. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറിൽ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്തിരുന്നതിന് മുമ്പ് അന്നത്തെ കാലത്ത് മെഷീൻസ് ഉപയോഗിച്ച് ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്തിരുന്ന കാലത്ത് പറ്റി ആലോചിച്ചു. മാനുവലായിട്ട് മെഷീൻസ് ഉപയോഗിച്ചും കൊണ്ട് ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ അവിടെ കാണുന്നു കേട്ടോ. 1908 അന്നത്തെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ടിക്കറ്റിൻ്റെ സൈസാണല്ലോ 57x32 mm സൈസിലാണ് ഇതിൻ്റെ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു സംഭവം വെച്ചാൽ ഒരു മണിക്കൂറിൽ 4000 ടിക്കറ്റ് ഇതിൽ പ്രിൻറ്റ് ചെയ്യാൻ വരുന്നുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ വേറൊരു നല്ല രസം. ഇത് ലണ്ടനിലെ സംഭവം കേട്ടോ. ഇതും ഒരു വിദേശിയാണ്. ഇന്ത്യ ടിക്കറ്റ് പിന്നെ നമ്മൾ പഞ്ച് ചെയ്യുന്നത്, അതായത് ഏത് റെയിൽവേയുടെ കീഴിലാണെന്നുള്ളത് ടിക്കറ്റ് പഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മെഷീൻസാണിത്. ഇതും വളരെ കൗതുകരമുള്ള സംഭവം തന്നെയാണ്. അന്നത്തെ കാലത്ത് ക്യാഷൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ ക്യാഷുകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോക്കറാട്ടോ അത്. ലോക്കറിനൊക്കെ പവറുണ്ട്, അടിപൊളി മെറ്റീരിയൽ. കാരണം നല്ല ഒന്ന് അടിച്ചാൽ പോലെ ഒരു ഒച്ച വരുമ്പോൾ വരുന്നത് അത്രത്തോളം നല്ല ഉരുക്ക് ഉപയോഗിച്ചുണ്ടാക്കിയ മെറ്റീരിയലാണ്. നമ്മൾ ഈ ഓരോ സ്റ്റേഷൻ്റെ കീഴിൽ വരുന്ന ക്യാഷുകളൊക്കെ ഇല്ലേ, അതായത് റെയിൽവേക്ക് കിട്ടുന്ന ക്യാഷുകൾ മറ്റൊരു സ്റ്റേഷനിലേക്കോ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഉപയോഗിച്ചിരുന്ന ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്പോർട്ടേഷൻ സാധനം. അത് 1853 ബോംബെ ഡിവിഷൻ്റെ കീഴിലുള്ള സംഭവമാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കി ഇതിനകത്ത് ക്യാഷ് വെച്ചിട്ട് എത്രത്തോളം സേഫാക്കി ലോക്കറിൽ ലോക്ക് ചെയ്തിട്ട് അതാണ് ഈ മറ്റു ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പൈസ കൊണ്ടുപോകാനുള്ള പൈസപ്പെട്ടിയാട്ടത്. ചുരുക്കി പറഞ്ഞാൽ മൈസൂരിൻ്റെ ഒരു ചരിത്ര സംഭവമാട്ടത്. ഈ റെയിൽവേ ബന്ധപ്പെട്ടുകൊണ്ട് മൈസൂരിൻ്റെ ചരിത്രം. ഫുൾ അനിമേറ്റഡ് വിഷ്വൽസ്, ഒറിജിനൽ വിഷ്വൽസ് ഒന്നല്ല കേട്ടോ. മഹാത്മാഗാന്ധി റെയിൽവേ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ഫോട്ടോസ് ഇവിടെ കേട്ടോ. ശരിക്കും നമുക്ക് ഗൂഗിളിലൊന്നും കാണാത്ത ഫോട്ടോസാണ്. കാരണം അന്ന് ഗാന്ധി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അന്ന് യാത്ര ചെയ്യുന്ന റെയിൽവേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. 1946 പിക്ചേഴ്സ് കേട്ടോ. അന്ന് ഗാന്ധിജി ഇന്ത്യൻ റെയിൽവേ അല്ല, വിദേശത്തെ റെയിൽവേ അദ്ദേഹം പഠിക്കാൻ പോയപ്പോഴുള്ള ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറേ പിക്ചേഴ്സ് ഇതിലുണ്ട്. ഒരു സ്റ്റേഷൻ്റെ പഴയ ഒരു ഫോട്ടോ ഉണ്ട്. നമ്മൾ നേരത്തെ ഇപ്പം കാണുന്ന സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ സ്റ്റേഷൻ. അതിലേക്ക് സ്റ്റീം ലോക്കോമോട്ടീവ് ആയിട്ടുള്ളൊരു വണ്ടി വെള്ളം നിറയ്ക്കാൻ വേണ്ടി വരുന്ന സെക്ഷൻ കാണാം. അന്നത്തെ കാലത്ത് സ്റ്റീം ലോക്കോമോട്ടീവ് മെയിൻ്റെനൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് കാണാം. അപ്പോൾ സ്റ്റീം ലോക്കോമോട്ടീവിലുള്ള ക്രൂ ലോക്കോ പൈലറ്റിനൊക്കെ അതിൽ കറക്റ്റായിട്ട് കാണാം. ഇത് അന്നത്തെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ, നമ്മൾ ഇന്ന് കണ്ട സ്റ്റേഷൻ്റെ യാർഡാണ്. 2 ട്രെയിനുകൾ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു ചിത്രം കാണാം. എല്ലാം അവിടെ കാണുന്ന ട്രെയിനുകളെല്ലാം സ്റ്റീം ഉപയോഗിക്കുന്ന വിദേശ നിർമ്മിത ട്രെയിനുകളാണ് എല്ലാം കാണുന്നത്. ഒരു ഫുൾ വ്യൂ കാണാം നമുക്ക് മൈസൂർ ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ വ്യൂ. പിന്നെ ഇത് റിപ്പയർ സെക്ഷൻ, നേരത്തെ പറഞ്ഞ റിപ്പയർ സെക്ഷനാണ്. കൽക്കരികളൊക്കെ നിറയ്ക്കുന്ന പിക്ചേഴ്സ് കാണാം നമുക്ക്. അത് കൊണ്ടുതട്ടുന്നതൊക്കെ കാണാം. ഇതാണ് അന്നത്തെ കാലത്ത് ടെക്നീഷ്യൻസും അതിൻ്റെ ഗീസേഴ്സൊക്കെ. ശരിക്കും പറഞ്ഞാൽ വരാണ് റിയൽ ഹീറോസ് ഇതിൻ്റെ. നമുക്ക് ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റീം എൻജിൻ മോഡലിൻ്റെ ഒരു ഡെമോ കാണാം. എങ്ങനെയാണ് നമ്മുടെ സ്റ്റീം എൻജിൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കർണാടകയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പുഴയാണല്ലോ കബനി. അപ്പോൾ കബനിയിലെ റെയിൽ ക്രോസ് ചെയ്യുന്ന ആ ഒരു പാലത്തിൻ്റെ ഒരു മിനിയേച്ചർ നിർമ്മിച്ചിട്ടുണ്ട്. കബനി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള റെയിൽവേ ബ്രിഡ്ജുകളിൽ ഒന്നാണിത്. 1735 ആണ് ഈ ഒരു പാലം നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ കുറേ റെയിലിൻ്റെ കബനി ആ ഒരു പാലം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വളരെ അഭിവാജ്യ ഘടകം, അതൊരു അഭിമാന ഘടകമായിരുന്നു. അപ്പോൾ പാലത്തിൻ്റെ ചെറിയ മോഡലോടെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കാണ് അതിന് മേലെ കൂടെ ട്രാക്ക് ഉണ്ട്, പിന്നെ അതേപോലെ റോഡുണ്ട്. 2 സൈഡ് കൊണ്ട് പോകുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയത്. തൊട്ട താഴത്ത് ആ പാലത്തിൻ്റെ വഴികളും കാണാൻ സാധിക്കും. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ഒരു തീവണ്ടിയുടെ ബോഗി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാറിൻ്റെയൊക്കെ ചേസ് എന്ന് പറഞ്ഞില്ല, അതേപോലെ ഒരു ബോഗിയാണിത്. 1930 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ബോഗി യൂസ് ചെയ്തത്. അതിൻ്റെ ചെറിയൊരു മിനിയേച്ചറാണ് ഇവിടെ കാണുന്നത്. ഒരു പാലത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചർ നിർമ്മിച്ചിട്ടുണ്ട്. നടുക്കൂടെ ചെറിയ റെയിൽവേ ട്രാക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ഗുഡ്സ് വണ്ടികളിലൊക്കെ വെറൈറ്റി രീതിയിലുള്ള ഒരുപാട് വാഗൺസ് ഡിസ്പ്ലേ ചെയ്ത് ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീ വാഗൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ എന്താ പറയുക, സിമെൻറ്റ് പോലെ സാധനം ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന വാഗണാണ്. പിന്നെ ബോയിങ് വേർഷൻ വരുന്ന വേറൊരു വാഗൺ ഇവിടെ കാണാം. പിന്നെ വേറൊരു വാഗൺ ഇവിടെ കാണാം. അത് കൽക്കരി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ 3 രീതിയിലുള്ള വാഗൺസ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഗുഡ്സ് വണ്ടികൾക്ക് വേണ്ടിയിട്ട്. അവിടെ കാണാൻ സാധിക്കും. 3rd ക്ലാസ് ഒരു കോച്ച് ഇവിടെ കാണാം കേട്ടോ. 1927 ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഒരു നാരോ ഗേജ് ഒരു 3rd ക്ലാസ് കോച്ച് ഇവിടെ കാണാം കേട്ടോ. പിന്നെ മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 30 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം.
ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഒരു ഡോഗ് ഗേജ് കാണാം. അതായത് നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു ഡോഗ് ഗേജ് ഉണ്ട് ഇതിൽ. 3rd ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേട്ടോ വരുന്നത്. നല്ല കളറുണ്ട്, നല്ല പച്ച പെയിൻറ്റ്, നല്ല രസമുണ്ട് കാണാൻ. അതായത് നമ്മൾ എന്താ പറയുക, നീളത്തിലുള്ള ഒരു സീറ്റിംഗ് രീതി. ഫാനൊക്കെ ശരിക്കും നമ്മുടെ ഇന്നത്തെ രീതിയിലുള്ള ഫാനിനാണ് കേട്ടോ, മാറ്റൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന ഫാനിനാണ് വരുന്നത്. ചെറിയ ഒരു ലഗേജ് കെയറിങ് ഒരു ചെറിയ സെക്ഷൻ ഉണ്ട്. പിന്നെ വിൻഡോ, ഗ്ലാസ് വിൻഡോ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എമർജൻസി വിൻഡോ ഉണ്ട്. മൂന്ന് ഇതിൻ്റെ മ്യൂസിയത്തെ പറ്റി പറയണമെങ്കിൽ ശ്രീരംഗ പവലിയൻ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാജകീയമായിട്ടുള്ള ട്രെയിൻ നിർത്തിച്ച പവലിയൻ കൊടുത്ത പേര്. അപ്പം അതിൻ്റെ സദേൺ റെയിൽവേൻ്റെ കീഴിലായതുകൊണ്ട് അതിൻ്റെ ചെറിയ അന്നത്തെ കാലത്തുള്ള ലോഗൊക്കെ ഉണ്ട്. പിന്നെ ഈ പവലിയൻ, അതായത് മൈസൂർ റെയിൽ മ്യൂസിയം ഇനോഗ്രേഷൻ ചെയ്തത് ശ്രീ അസീസ് സയ്യിദ് എന്ന് പറഞ്ഞ മിനിസ്റ്ററാണ്. പിന്നെ ഇതിൻ്റെ പ്രകൃതി ഭംഗി വളരെ സംഭവം തന്നെ കേട്ടോ. ചുറ്റുപാട് നല്ല മരങ്ങളും ആൽമരങ്ങളും, പിന്നെ എവിടെ നോക്കിയാലും നല്ല ഫ്രെയിമുകൾ, ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ല പച്ചപ്പുകളും നല്ല മെയിൻറ്റെയിൻഡ് ആണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചപ്പ് ചോറുകളോ വേസ്റ്റുകളോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ ഭംഗിയിലാണിത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത്. 3 തരത്തിലുള്ള ഗേജുകൾക്ക് ഉപയോഗിച്ചിരുന്ന എന്താ പറയുക വീലുകൾ അവിടെ കാണാൻ സാധിക്കുക. അതിൽ മീറ്റർ ഗേജ് ലോക്കോമോട്ടീവിന് ഉപയോഗിച്ചിരുന്ന 970 mm വരുന്ന ടയറുകൾ കാണാൻ സാധിക്കും. പിന്നെ ബ്രോഡ് ഗേജ് ലോക്കോമോട്ടീവിന് യൂസ് ചെയ്യുന്ന 1098 mm വരുന്ന വീൽ ഇവിടെ കാണാൻ സാധിക്കും. റെയിലിൻ്റെ ഒരു ചെറിയ ഒരു പാർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഐ സിസ്റ്റത്തിലാണ് ഇവിടെ നിർമ്മിച്ചത്. ഐ സിസ്റ്റം ആകുന്ന സമയത്ത് കൂടുതൽ വെയിറ്റ് താങ്ങാൻ കപ്പാസിറ്റി ഉണ്ടാകുന്ന ഒരു രീതി ആയതുകൊണ്ടാണ് റെയിൽവേ ഈ ഒരു മോഡൽ നിർമ്മിച്ചത്. പിന്നെ നമുക്കിവിടെ ഒരു ഇൻസ്പെക്ഷൻ കാറ് കാണാൻ പറ്റും. നമുക്ക് എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൽ സംബന്ധമായിട്ട് എന്താ ആവശ്യങ്ങളൊക്കെ ഇൻസ്പെക്ഷന് പോകാൻ വേണ്ടിയിട്ട് അന്ന് യൂസ് ചെയ്തിരുന്ന ഒരു വണ്ടിയാണ്. അത് നല്ല കളർ, നല്ല വൈറ്റ് കളറിലുള്ള നല്ല രസമുണ്ട് കാണാൻ. കളറിലാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ കാറുള്ളത്. അതിനുള്ളിൽ കയറി നോക്കുന്ന സമയത്ത് ഫാന് കാര്യങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഹാങ്ങിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് സ്ലീപ്പർ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ബെർത്ത് ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാം വുഡനാണ് സംഭവം. ഫുൾ വുഡാണ്, താഴെ വുഡാണ്, മേലെ വുഡാണ്, മൊത്തത്തിൽ വുഡാണ്. അപ്പോൾ അതിനുള്ളിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ചെറിയൊരു കോറിഡോർ ഉണ്ട്. അതിലൂടെ പോകുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു സെക്ഷൻ ഉണ്ട്. ഒരു ബാത്റൂം ഇവിടെ കാണാം അവർക്ക്. അത് ഇൻസ്പെക്ഷൻ ഓഫീസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാത്റൂം, വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ചെറിയ ഷെൽഫുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ചെറിയൊരു ബാത്റൂം സെക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സിസ്റ്റം എല്ലാം കാണുന്നത്. ഇൻസ്പെക്ഷൻ കാറാണ്. ഇതിൻ്റെ ശരിക്കും ഇത് മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1925 നിർമ്മിച്ചത്. മീറ്റർ ഗേജ് ട്രാക്കിലാണ് ഇത് ഓടിക്കൊണ്ടിരുന്നത്. ഇത് ശരിക്കും ഇത് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ റെയിൽവേ വർക്ക്ഷോപ്പ്, മൈസൂർ വർക്ക്ഷോപ്പ് തന്നെയാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ കാർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ വേറൊരു ഇൻസ്പെക്ഷൻ കാർ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ കണ്ടത് വൈറ്റ് കളറിലാണെങ്കിൽ ഇത് റെഡിഷ് കളറിലുള്ള ഒരു ഇൻസ്പെക്ഷൻ കാർ കാണാൻ സാധിക്കും. 1901 നിർമ്മിച്ച മീറ്റർ ഗേജിൽ ഓടുന്ന ഒരു ഇൻസ്പെക്ഷൻ കാറാണിത്. ഇതും നിർമ്മിച്ചത് മൈസൂർ റെയിൽവേ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറാണ് ഉപയോഗിച്ചത്, പക്ഷേ പുറം റെഡ് കളറാണ്. എന്നാലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണാം. ഇവിടെ ചെറിയൊരു മിററൊക്കെ ഉണ്ട് അവർക്ക്, എന്താ പറയുക, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മിററൊക്കെ ഉണ്ട്. അത് അഡ്ജസ്റ്റബിൾ മിററാണ്. പിന്നെ തൊട്ടടുത്ത റൂമിൽ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഫാന് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ഇന്ത്യൻ റെയിൽവേയിൽ യൂസ് ചെയ്യുന്ന ഫാനുകളൊക്കെ ഒരു പ്രത്യേക വോൾട്ടേജിൻ്റെ രീതിയിലാണ് ഒരു സിസ്റ്റം വെച്ചത്. അതെന്തിനാണ് സംഭവിച്ചാൽ നല്ല കൗതുകമുള്ള മറ്റൊരു കാര്യം കേട്ടോ. അതായത് പണ്ടത്തെ കാലത്തൊക്കെ റെയിലുകളിലെ ആളുകൾ കയറിയിട്ട് ഈ ഫാൻ മോഷ്ടിക്കലുള്ള ഒരു പൊതുവേ സംഭവം ഉണ്ടായിരുന്നു. അവർ ഈ ഫാൻ മോഷ്ടിച്ച് വീടുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അതിനെതിരെ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചാണ് ഒരു പ്രത്യേക തരം വോൾട്ടേജിൽ യൂസ് ചെയ്യുന്ന ഫാനുകൾ ഇറക്കുക. അങ്ങനെയാകുന്ന സമയത്ത് ഈ ഫാനുകൾ അവർക്ക് വീട്ടിൽ കൊണ്ട് യൂസ് ചെയ്യാൻ അത് വർക്കാവില്ല, കാരണം അടിച്ചു പോവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വോൾട്ടേജ് പ്രത്യേക ഒരു അളവിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ റെയിൽവേയിലെ ഫാനോ ലൈറ്റോ എന്ത് ഇലക്ട്രിക്കൽ സാധനങ്ങളോ കിട്ടിയാലും നമുക്കത് വീട്ടിൽ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ വോൾട്ടേജ് പ്രത്യേകം വേറൊരു വോൾട്ടേജാണ്. അത് നമ്മൾ കേരള വീടുകളിൽ വരുന്ന 240 വോൾട്ടിലേക്ക് കൊടുക്കുന്ന സ്പോട്ടിൽ അടിച്ചു പോകും. എന്താണ് ടെക്നോളജി. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ച് വന്ന ഒരു ലൈറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ലോവർ കോർഡേഡ് സിഗ്നൽ എന്നാണ് പറയുക. 1870 കാലഘട്ടത്തിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു ലൈറ്റിംഗ് സിഗ്നലാണിത്. അപ്പർ കോർഡേഡ് സിഗ്നൽ എന്ന് പറഞ്ഞ ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഒരു കളർ കൊണ്ട് അഡീഷണൽ വരുന്ന ഒരു മഞ്ഞ കളർ കൂടി വരുന്നുണ്ട്. റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു യെല്ലോ സിസ്റ്റം കൂടി കാണുന്നുണ്ട്. 1920, 1990 കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഇത്. നമ്മൾ ഇന്ത്യൻ റെയിൽവേ കളേർഡ് ലൈറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ ആദ്യം യൂസ് ചെയ്തിരുന്ന ലൈറ്റുകളാണിത്. ഇതിൽ നമുക്ക് 2 കളേഴ്സ് കാണാൻ പറ്റും. ഒരു റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റുകൾ വരുന്ന ലൈറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഇത് വരുന്നത്. ഇത് 1990 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചു കൊണ്ട് പോകുന്നത്.
ഇലക്ട്രിക്കൽ ബൾബ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റമായിരുന്നു ഇതിൽ അവർ ഉപയോഗിച്ച് പോന്നിരുന്നത്. തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കും LED ലൈറ്റിംഗ് സിസ്റ്റം. ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന ലൈറ്റിംഗ് സിസ്റ്റമാണ് LED ലൈറ്റിംഗ് സിസ്റ്റം. ഇത് അഡ്വാൻസ് ആയിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റമാണ്. ഇതിലേക്ക് വന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ 2002 മുതലാണ് ഇന്ത്യൻ റെയിൽവേ ലൈറ്റിംഗ് സിസ്റ്റം ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയത്. നമ്മൾ നേരത്തെ കണ്ട സ്റ്റീം ലോക്കോമോട്ടീവിൻ്റെ ബോയിലർ സെക്ഷൻ മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റീം തിളയ്ക്കുന്ന എങ്ങനെയാണോ യൂസ് ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്ന രീതിയിലാണ് ഇവിടെ വെച്ചത്. അതിൻ്റെ പൈപ്പുകളൊക്കെ അത്രയും സ്റ്റീം നീരാവി പോകേണ്ട സാധനം എന്ന് പറയുമ്പോൾ അത്രയും ഹൈ പവറിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ള രീതിയിലുള്ള പൈപ്പുകൾ കാണാം അവിടെ. ഭയങ്കര ക്വാളിറ്റിയുടെ പൈപ്പ് നമുക്ക് പിടിക്കുന്നത് നമുക്കറിയാം. അത്രയും സ്റ്റീം അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ഇവിടെ തുറന്ന് വെച്ച് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൂടെ സ്റ്റീം പോകുന്ന പൈപ്പുകളൊക്കെയാണ് കാണുന്നത്. തലങ്ങും വിലങ്ങും പൈപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റീം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കുറേ പൈപ്പുകൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു റെയിൽവേ ഫാനിന് അല്ല റെയിൽവേ സംബന്ധമായിട്ട് അറിയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റെയിൽവേ സംബന്ധമായിട്ട് A to Z കാര്യങ്ങൾ, അതായത് നമുക്ക് മിനിയേച്ചർ അല്ലാതെ ഡയറക്റ്റ് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ റെയിൽവേയുടെ ഫാദർ ഇവിടെ കാണാൻ സാധിക്കും. ജോർജ് സ്റ്റീഫൻസൺ, റോബർട്ട് സ്റ്റീഫൻസൺ തുടങ്ങിയ 2 പേരാണ് ഈ ഒരു എന്താ പറയുക തീവണ്ടിയുടെ പിതാക്കൾ എന്നറിയപ്പെടുന്നത്. 1848 കാലഘട്ടത്തിൽ അവരുടെ 1848 കാലഘട്ടത്തിൽ അവരുടെ ഫോട്ടോസും ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര്, അതായത് ലെജൻഡുകൾ, അതായത് റെയിൽവേ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ലെജൻഡ്സിൻ്റെ ഫോട്ടോസും അവരുടെ ഹിസ്റ്ററികളും ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ മിനിസ്റ്റർ ജോൺ മത്തായിയെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ, അതായത് കുറേ ലെജൻഡുകൾ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് റെയിൽവേ ബന്ധപ്പെട്ടുകൊണ്ടുള്ള. റെയിൽവേ മ്യൂസിയം സന്ദർശകർക്ക് സന്ദർശിക്കാൻ പറ്റിയ ഉത്തമമായ ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. റെയിൽവേ ചരിത്രത്തെക്കുറിച്ചും റെയിൽവേയുടെ പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ചും പഠിക്കാൻ ഏറെ ഉതകുന്ന ഒന്നാണിത്. മ്യൂസിയത്തിൻ്റെ സന്ദർശന സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. പ്രവേശന ഫീസ് വരുന്നത് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ്. നോട്ടത്തിൽ നോക്കുകയാണ് ആദ്യമായിട്ട് കാണുന്ന മെയിൻ സാധനം ഓസ്റ്റിൻ റെയിൽ മോട്ടോർ കാർ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഇൻഡോർ ആർട്ട് ഗാലറി, പിന്നെ മീറ്ററിംഗ് ഗേജ് ഡീസൽ ലോക്കോമോട്ടീവ് ഉണ്ട്, മീറ്ററിംഗ് ഗേജ് റെയിൽ ബസ് ഉണ്ട്, മെരി വേദർ സ്ട്രീം, അതായത് സ്ട്രീം ഉപയോഗിച്ചുകൊണ്ട് പോരുന്ന ഒരു പമ്പ് റെയിൽവേ സിസ്റ്റം ഉണ്ട്, പിന്നെ വുഡൻ വാഗൺസ് ഉണ്ട്, നേരോ ഗേജ് സിസ്റ്റത്തിൽ ഓടുന്ന ട്രെയിൻ, മീറ്റർ ഗേജ് സിസ്റ്റത്തിൽ ഓടുന്ന ട്രെയിനുകൾ, സ്ട്രീം ഉപയോഗിച്ച് ഓടുന്ന ലോക്കോമോട്ടീവുകൾ, പിന്നെ മീറ്റർ ഗേജ് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ലോക്കോമോട്ടീവുകൾ, പിന്നെ അങ്ങനെ ഒരുവിധം നമ്മുടെ അന്നത്തെ കാലം മുതൽ കാലം വരെ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. മ്യൂസിയം കാണാൻ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അവധിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കഴിയുന്ന വരാൻ ശ്രമിക്കാതിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ റെയിൽ മ്യൂസിയത്തിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം പ്രതീക്ഷ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതൊരു രക്ഷയില്ല, നമ്മൾ കണ്ടിരിക്കേണ്ട സാധനമാണ്. മൈസൂർ വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഇവിടെ വന്നിട്ട് കാണണം, നിർബന്ധമായി കാണണം. അതാണ് അത്രയും മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് റെയിൽവേ സംബന്ധമായി തരാൻ സാധിച്ചെന്ന് വരുന്ന ഒരുപാട് വിഷ്വൽസ്, കാരണം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഒരുപാട് തീവണ്ടികളെ പറ്റിയുള്ള അറിവുകൾ, തീവണ്ടിയുടെ പിന്നാമ്പുറങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ ഇതിൽ നല്ല കളർഫുൾ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിഷ്വൽ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.